Hello everyone, welcome to VAP's YouTube classes. Today we are discussing about the chapter Irrational Multiplication in 9th standard. അപ്പോൾ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനിൽ ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ട ബേസിക്സ് എന്ന് പറയുന്നത് എങ്ങനെ ഇറാഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ ന്യൂ നമ്പേഴ്സിൽ പഠിച്ച കാര്യമാണ് എന്താണ് ഇറാഷണൽ നമ്പർ എന്നുള്ളത്. എന്താണ് ഇറാഷണൽ നമ്പർ? ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത് എന്താണ്? പെർഫെക്റ്റ് സ്ക്വയർ അല്ലാത്ത നമ്പേഴ്സ് അല്ലെ. നമ്മൾ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടത്തില്ല? റൂട്ട് കിട്ടത്തില്ല. എന്ത് കിട്ടത്തില്ല? റൂട്ട് കിട്ടത്തില്ല. ഇപ്പൊ എക്സാമ്പിൾ നോക്കുവാണെങ്കിൽ റൂട്ട് 5 റൂട്ട് ഉണ്ടോ? ഇല്ല. റൂട്ട് 2 റൂട്ട് ഉണ്ടോ? ഇല്ല. അപ്പോ ഈ നമ്പേഴ്സിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ഇറാഷണൽ നമ്പർ. ഈ നമ്പേഴ്സിനെയാണ് ഞാൻ എന്ത് വിളിക്കുന്നത്? ഇറാഷണൽ നമ്പേഴ്സ്. ആൻഡ് നമ്മള് ഇറാഷണൽ നമ്പറിനെ ജനറലി പറയുന്നത് എന്താന്ന് വെച്ചാൽ ഇറാഷണൽ നമ്പറിനെ എനിക്ക് ഏത് ഫോമിൽ എഴുതാൻ പറ്റത്തില്ല? P/Q ഫോമില് എഴുതാൻ പറ്റത്തില്ല. P/Q ഫോമിൽ എന്ത് ചെയ്യാൻ പറ്റത്തില്ല? എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ റൂട്ട് ഉള്ള നമ്പേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇറാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിൽ പഠിച്ച കാര്യമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഇന്ന് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ഇറാഷണൽ നമ്പറിനെ മൾട്ടിപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോ ജസ്റ്റ് നോക്കുക, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് എഴുതിയിട്ടിട്ടുണ്ട്. ഫസ്റ്റ് വൺ നോക്കിയേ, റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12. റൂട്ട് 3 ഇൻറ്റു റൂട്ട് 12. ഓക്കെ, അപ്പോ എളുപ്പമാണ്. ഇറാഷണൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാല് ഞാൻ ആദ്യം രണ്ടു പേർക്കും കൂടെ ചേർത്ത് ഒരു റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുക. അതായത് റൂട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുക? കോമൺ ആയിട്ട് കൊടുക്കുക. കോമൺ ആയിട്ട് കൊടുത്തതിന് ശേഷം നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. കോമൺ ആയിട്ട് റൂട്ട് കൊടുക്കുക ആൻഡ് ദെൻ എന്ത് ചെയ്യുക? നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നോക്കിയേ, 3 ഇൻറ്റു 12 എന്ത് കിട്ടും? 36. റൂട്ട് 36 എന്ന് കിട്ടി. നമുക്കറിയാം 36ന് എന്തുണ്ട്? റൂട്ട് ഉണ്ട്. 36 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ് സ്ക്വയർ ആണ്. 36 ആരുടെ സ്ക്വയർ ആണ്? 6ന്റെ സ്ക്വയർ ആണ്. അതുകൊണ്ട് തന്നെ 36ന്റെ റൂട്ട് ആരാണ്? 6 ആണ്. പറഞ്ഞു മനസ്സിലായല്ലോ? അപ്പോ ഇറാഷണൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു. റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ കിട്ടുന്ന വാല്യൂന് റൂട്ട് ഉണ്ടെങ്കിൽ റൂട്ട് എടുക്കും, റൂട്ട് ഇല്ലെങ്കിൽ നമ്മൾ അവിടെ വെച്ച് എൻഡ് ചെയ്താൽ മതിയാവും. ഓക്കെ, അപ്പോ ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്തു നോക്കാം. ബാക്കി രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വർക്ക്ഔട്ടിനുള്ളതാണ്. ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്തു നോക്കാം. റൂട്ട് 5 ഇൻറ്റു റൂട്ട് 8 അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മൾ റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുവാണ്. റൂട്ട് കോമൺ ആയിട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? നമ്പേഴ്സ് നമ്മൾ കൊടുക്കുവാണ്. 5 ഇൻറ്റു 8. ഓക്കെ, അപ്പൊ ഇനി നമ്മൾക്കറിയാം 5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. 5 ഇൻറ്റു 8 40 ആണ്. റൂട്ട് 40. റൂട്ട് 40 എന്താണ്? ഇറാഷണൽ നമ്പർ ആണ്. 40ക്ക് റൂട്ട് ഉണ്ടോ? 40 പെർഫെക്റ്റ് സ്ക്വയർ ആണോ? അല്ല അല്ലെ. അപ്പോ പെർഫെക്റ്റ് സ്ക്വയർ അല്ല. അതുകൊണ്ട് തന്നെ ഇതാരാണ്? ഇറാഷണൽ നമ്പർ ആണ്. ഇറാഷണൽ നമ്പറിൽ ഇവിടെ വേറൊരു വിദ്യ കൂടെ കാണിച്ചു തരാം. അതായത് നമുക്ക് ഇതിനെ സ്പ്ലിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ലാസ്റ്റ് ഉത്തരം ഇങ്ങനെ കൊണ്ടിടാൻ പാടില്ല. സ്പ്ലിറ്റ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് വേണം ഇടാൻ. അതായത് റൂട്ട് 40 എനിക്ക് എങ്ങനെ എഴുതാൻ പറ്റും? 4 ഇൻറ്റു 10 എന്ന് എക്സ്പ്രസ് ചെയ്യാം അല്ലെ. 40 എന്ന് വെച്ചാൽ ആരാണ്? 4 ഇൻറ്റു 10 ആണ്. 40 എന്ന് വെച്ചാൽ 4 ഇൻറ്റു 10 ആണ്. ആൻഡ് ദെൻ 4ന്റെ റൂട്ട് ഇല്ലേ? 4ന്റെ റൂട്ട് ആരാ? 4ന്റെ റൂട്ട് 2 ആണ് അല്ലെ. ആൻഡ് 10ന്റെ റൂട്ട് ഉണ്ടോ? ഇല്ല. 10 ഈസ് ആൻ ഇറാഷണൽ നമ്പർ. സോ എന്റെ വാല്യൂ ആരാണ്? 2 റൂട്ട് 10. ക്ലിയർ ആണല്ലോ? അപ്പോ റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, നമ്പേഴ്സ് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു, നമ്മുടെ വാല്യൂ കിട്ടുന്നു. ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ക്ലിയർ ആണല്ലോ? ഓക്കെ, ഈ രണ്ട് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഞാൻ വർക്ക്ഔട്ടിന് ഇട്ടേക്കുന്നതാണ്. വർക്ക്ഔട്ട് ചെയ്ത് വെക്കാം. അപ്പോ നമുക്ക് അടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇറാഷണൽ നമ്പറിന്റെ ഡിവിഷനെ പറ്റിയിട്ടാണ്. അപ്പൊ ഇറാഷണൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞു റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നു. സെയിം പരിപാടി തന്നെയാണ് നമ്മൾ ഇവിടെയും ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യുന്നു? ഇറാഷണൽ നമ്പറിന്റെ ഡിവിഷൻ അല്ലെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ റൂട്ട് 72 ഡിവൈഡഡ് ബൈ റൂട്ട് 2. ഓക്കെ, റൂട്ട് 72 ഡിവൈഡഡ് ബൈ റൂട്ട് 2. അപ്പൊ നമുക്ക് ഇറാഷണൽ നമ്പറിന്റെ ഡിവിഷനും സെയിം തന്നെയാണ്. എന്ത് ചെയ്യുന്നു? നമ്മള്
റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു. നമ്മള് റൂട്ട് കോമൺ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷനിൽ ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു? റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഡിവിഷനിൽ വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നേ? റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. വേറെ ഒരു വ്യത്യാസവും നമുക്ക് ഇതില് ഇല്ല. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇനി നമുക്കറിയാം 72 ഡിവൈഡഡ് ബൈ 2 എത്രയാണ്? 36 അല്ലെ? 72 ഡിവൈഡ് ബൈ 2 എത്രയാണ്? 36 ആണ്. ഇനി നോക്കിയേ, 36ന്റെ റൂട്ട് നമുക്കറിയാം. ആരാണ് 36ന്റെ റൂട്ട് എന്ന് പറയുന്നത്? 6 ആണ്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇറാഷണൽ നമ്പറിന്റെ ഡിവിഷൻ എങ്ങനെയായിരുന്നു? റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, നമ്മള് ഡിവൈഡ് ചെയ്യുന്നു. ഒരു ക്വസ്റ്റ്യനും കൂടെ നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, റൂട്ട് 27 ഡിവൈഡഡ് ബൈ റൂട്ട് 3. റൂട്ട് 27 ഡിവൈഡഡ് ബൈ റൂട്ട് 3. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. റൂട്ട് കോമൺ ആയിട്ട് കൊടുക്കുന്നു, ഡിവൈഡ് ചെയ്യുന്നു. അപ്പൊ നോക്കിയേ, 27 by 3. 27 by 3 എത്രയാണ്? 9 ആണ്. 9 എന്ത് നമ്പർ ആണ്? പെർഫെക്റ്റ് സ്ക്വയർ ആണ്. അപ്പൊ 9ന്റെ റൂട്ട് നമുക്കറിയാം. ആരാണ്? 3. ക്ലിയർ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇറാഷണൽ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഇറാഷണൽ ഡിവിഷൻ ഉറപ്പായിട്ടും അറിയണം. കാരണം അത് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ബാക്കി അതിന്റെ പ്രാക്ടിക്കൽ പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഉറപ്പായിട്ടും ക്രിസ്മസ് എക്സാമിന് ചോദിക്കുന്ന ഒരു സാധനമാണ് ഇറാഷണൽ നമ്പറിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ. അത് അറിഞ്ഞാൽ മാത്രമേ ബാക്കി റാഷണലൈസേഷൻ ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇത്രയും അറിഞ്ഞു വെച്ചേക്കാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ റാഷണലൈസേഷൻ ഒക്കെ പഠിക്കാം. ഇമ്പോർട്ടന്റ് ആണ്. അതുവരേക്കും ബൈ.